ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല വികസനത്തിൽ LDF സർക്കാർ 9 വർഷം എന്ത് ചെയ്തുവെന്നും ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തമായ മറുപടി നൽകിയാൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്താമെന്നും VD സതീശൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കില്ലെന്നും VD സതീശൻ സൂചിപ്പിച്ചു. അയ്യപ്പ സംഗമം CPIMന്റെ രാഷ്ട്രീയ കാപട്യമാണെന്നും VD സതീശൻ പറയുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ്. ശബരിമല വിഷയം സങ്കീർണമാക്കിയത് CPIM ആണ്. ദേവസ്വം ബോർഡിനെ മുന്നിൽ നിന്ന് സർക്കാർ തന്നെയാണ് പരിപാടി നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലവും ശബരിമല പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളും സർക്കാർ പിൻവലിക്കുമോ എന്നും VD സതീശൻ ചോദിക്കുന്നു. ക്ഷണിക്കാൻ എത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് കാണാൻ കൂട്ടാക്കിയില്ലെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആരോപണത്തിനെതിരെയും VD സതീശൻ രംഗത്തെത്തി. താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിൽ കത്ത് നൽകുകയും പുറത്തിറങ്ങി താൻ കാണാൻ കൂട്ടാക്കിയില്ലെന്നും പറയുന്നത് മര്യാദക്കേടാണെന്നും VD സതീശൻ പറയുന്നു. താൻ വീട്ടിലുള്ള സമയത്ത് ആര് വന്നാലും കാണാൻ അനുമതി നൽകാറുണ്ട്. ഇത് സംബന്ധിച്ച വാർത്ത കണ്ടപ്പോൾ ഓഫീസിൽ വിളിച്ച് ദേവസ്വം പ്രസിഡന്റ് വന്നിരുന്നു എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ മാത്രമാണ് അദ്ദേഹം വന്നിരുന്ന കാര്യം അറിയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാതിരിക്കേണ്ട സാഹചര്യമില്ലെന്നും VD സതീശൻ പറഞ്ഞു. സർക്കാരിന്റെ വികസന സദസ്സ് UDF ബഹിഷ്കരിക്കുമെന്നും VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. വികസന സദസ്സിലൂടെ രാഷ്ട്രീയ പ്രചരണം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിലക്കയറ്റമില്ലെന്ന അവകാശവാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടി ഹൈക്കോടതിയും രംഗത്തുണ്ട്. ആരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും കോടതി ചോദിച്ചു. ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്നും ദേവസ്വം ബോർഡിന് മറ്റു ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാണെന്ന് സർക്കാർ മറുപടി നൽകി. സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് എന്തിനാണെന്നും പരിപാടിയുടെ സംഘടനത്തിൽ സർക്കാരിനും ബോർഡിനും വ്യക്തത ഇല്ലേ എന്നും കോടതി ചോദിക്കുന്നു. ഹർജി ഫയലിൽ സ്വീകരിക്കുകയും പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളും ഫണ്ട് സമാഹരണവും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും മറുപടി നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.